ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച കറിയായിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. അതും എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ എണ്ണം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ 5 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്കൊരു 2 നേരം വയറ് നിറച്ച് കഴിക്കാനുണ്ടായിരുന്നു. 3 നേരം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കാരണം ഇത്രയേ വേണ്ടുള്ളൂ നല്ല ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞെടുക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് മാത്രമേ വേണ്ടുള്ളൂ. തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് കളഞ്ഞു കൊടുക്കുക. നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തൊലി പൊട്ടിയിട്ട് കാണും, നമുക്ക് വിണ്ട് കീറിയ മാതിരി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്, കൂടി പോകണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 നുള്ളി കായപ്പൊടി ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് ചേർക്കണം, അടുത്തൊന്ന് ചേർക്കരുത്, കാരണം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കും അത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമുക്കിത് എന്തായാലും വേവിച്ച് വറ്റിച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും വേണം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, തക്കാളിക്ക് നല്ല പുളിയാണെങ്കിൽ പുളി ഇത്രയും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് ഞാൻ എന്തായാലും മൊത്തം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ശരിക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, ഒത്തിരി ലേറ്റ് ആക്കണ്ട. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ചേർത്തുകൊണ്ട് ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് ഏകദേശം ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കാം. ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, പൊടിമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇത് ഈ ഒരു പരുവത്തിലുണ്ടാവും, പിന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര, ഏകദേശം 1 ടീസ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചേർത്തിട്ട് ഇത് വേഗം അടച്ച് വെക്കുക. കാരണം നന്നായിട്ട് പൊട്ടി എന്താ പറയുക, നമ്മുടെ മേത്ത് തെറിക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് വേവിക്കാം. അപ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും, നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പരുവം, ഇത്രയേ വേണ്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട ചോറുണ്ണാനായിട്ട്. ഇത്തിരി കറി കൂട്ടിയിട്ട് നമുക്ക് ഒത്തിരി ചോറുണ്ണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇത് ആരെങ്കിലും മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഇഷ്ടമാണോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.